ഹായ് ഓൾ KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മനു വരികയാണ്. നിഷയെ ഒരു വഴിക്കാക്കിയിട്ട് സരീവിൻ്റെ അടുത്തേക്ക് മനു വരികയാണ്. അപ്പോൾ രാഹുൽ പുറത്ത് തന്നെയുണ്ട്. രാഹുൽ കാണുന്നുണ്ട് മനു വരുന്നത്. മനു വണ്ടി ഇറങ്ങി ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കാണുന്നത് രാഹുലിനെയാണ്. അപ്പോൾ രാഹുൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, വരുന്നുണ്ട്. രാഹുൽ ചോദിക്കാം, എന്താടാ ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞില്ലേ? ഇനി ഹണിമൂണും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നോ? ഹണിമൂൺ ട്രിപ്പൊന്നും കഴിഞ്ഞില്ലേ? കേട്ടുകൊണ്ടാണ് സരയു മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത്. സരയു ചോദിക്കുകയാണ്, എന്താ പറഞ്ഞത്? വട്ട് മാറിയിട്ടില്ല സരയുവിനോട് മനു പറയാ. എന്ന് കേട്ടില്ലേ, ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞോ, ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞോ, കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞിട്ട് വന്നാൽ പോരായിരുന്നോന്ന്. അതേപ്പറ്റിയൊക്കെ ആലോചിച്ച് കാണും. അതുകൊണ്ടാ വന്നപ്പോൾ തന്നെ എന്നോട് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ സരയും പറയാണ്, അമ്മ പറയുന്നുണ്ട് അച്ഛൻ ഒരു സമയത്ത് നന്നായിട്ട് വഴിതെറ്റി നടന്ന ആളായിരുന്നു എന്ന്. അതേപ്പറ്റി ഞാൻ കുത്തി ചോദിച്ചു, എന്നിട്ടും ഒന്നും പറയുന്നില്ല. പക്ഷേ അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. അപ്പം മനു പറയാ, സ്വന്തം സ്വഭാവേ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അച്ഛനെയും കൊണ്ട് ബിസിനസ് മീറ്റിങ്ങിനൊന്നും പോകണ്ടെന്ന്. അയ്യോ, പോയ കാര്യം ഒന്നും പറയണ്ട, അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഞാനൊന്ന് മാറിയതേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ മുങ്ങിക്കളഞ്ഞു. അല്ല, ഏതോ സുഹൃത്തിൻ്റെ കല്യാണത്തിൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ. അത് പിന്നെ ആ കല്യാണത്തിന് പങ്കെടുത്തിട്ട് സദ്യയും കഴിച്ചിട്ട് അടുത്ത മീറ്റിങ്ങിന് പോകണമെന്ന് ഞാൻ പറഞ്ഞതാ. എന്നെ കണ്ടില്ല. അപ്പോൾ സരയു, തലക്ക് സുഖയില്ലല്ലോ, അതുകൊണ്ട് നല്ല സ്ഥലങ്ങളിലൊന്നും നിൽക്കാൻ തോന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ടല്ലേ മോള് കൂട്ടിക്കൊണ്ടു പോയത്. ഒന്ന് റിലാക്സ് ആവട്ടെ എന്ന് കരുതി. അപ്പോൾ സരയു പറയാ, ഇനിയെങ്കിലും അബദ്ധമൊന്നും കാണിക്കല്ലേ. ഫാദറിൻ്റെ ബിസിനസ് മീറ്റിങ്ങിന് കൊണ്ടുവരാമെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും തിരക്കി എവിടെ ഫാദറിലോ എന്ന് പറഞ്ഞ്. ആ സമയത്ത് ഞാൻ ഫോൺ വിളിച്ചപ്പോഴേ സ്വിച്ച് ഓഫ്. എന്നാലും ഇങ്ങനൊരു ചതി ചെയ്യരുത് കേട്ടോ. എല്ലാത്തിനും ഈശ്വരൻ സാക്ഷിയാ. അതെ, തലയ്ക്ക് വെളിവില്ലാത്ത അച്ഛനെ ഒന്ന് മാറ്റിയെടുക്കാൻ കൊണ്ടുപോയ മനുവേട്ടനെ ആക്ഷേപിക്കാൻ നോക്കിയ അച്ഛൻ ഇതിന് ശിക്ഷ കിട്ടാതിരുന്നാൽ കൊള്ളാം. നീ ഇവിടെ നിൽക്കണ്ട, മനുവേട്ടൻ ഇങ്ങോട്ട് വാ, നമുക്ക് പുറത്തേക്കൊന്ന് പോകാം മോളൂ. മോൾക്കൊരു റിലാക്സേഷനൊക്കെ വേണ്ടേ? പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത് സൂക്ഷിച്ചൊക്കെ വേണം. എന്താ അങ്ങനെ പറഞ്ഞത്? പുറത്ത് ഞങ്ങളെ തല്ലാനും കൊല്ലാനും ഒക്കെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങളെ തിരിച്ചറിഞ്ഞാൽ പ്രശ്നമാ. എന്തൊക്കെയാ മനുവേട്ട ഈ പറയുന്നേ? പോട്ടെ മോളൂ, ഗുളിക കഴിക്കുന്നുണ്ടെങ്കിലും ശരിക്കും അങ്ങോട്ട് മാറിയിട്ടില്ല. ഞാൻ ഗുളിക കഴിക്കുന്നില്ലടാ. അതമ്മ പറയുന്നുണ്ട്, അതിലിട്ടിട്ട് തുപ്പിക്കളയാന്ന്. അതെ, അതിൻ്റെയായി കാണിക്കുന്നതൊക്കെ. മോളും ഇങ്ങ് വന്നേ. എന്നിട്ട് അവനൊരു പാട്ടും പാടിയിട്ട് പോവുകയാണ്, താരാപഥം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ രാഹുൽ ഇത് നോക്കി നിൽക്കുക. രാഹുൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൻ്റെ പിടിയിൽ നിന്നും എന്നാ എൻ്റെ മോളെ ഒന്ന് മോചിപ്പിക്കുന്നത്. കിരണും കല്യാണിയും സന്തോഷത്തോടെ വന്നിറങ്ങുന്നത്, അപ്പുറത്തെ വീട്ടിൽ വന്നിറങ്ങുന്നത് രാഹുൽ ജനൽ വഴി നോക്കുകയാണ്. അപ്പോഴാണ് അവളുടെ അമ്മ കുഞ്ഞുമോനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. രാഹുൽ ജനലിൻ്റെ വഴി നോക്കുന്ന സമയത്ത് ചിന്തിക്കുകയാണ്, ഇവളെയും ഇവനെയും തമ്മിൽ വേർപിരിച്ച് എൻ്റെ മോളെയും ഇവനെയും തമ്മിൽ ഒന്നിപ്പിക്കണം. എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവും. അവളെയും അവനെയും എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കണം. ഒരു കൊടും ക്രിമിനലാണ് കൂടെയുള്ളതെന്ന് എൻ്റെ മോൾക്ക് അറിയില്ല. അവളൊന്നും അറിയാതെ നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. കല്യാണി അമ്മയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് പറയാ, കല്ലോ, അമ്മ പോകാൻ പോവുക, എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. ഇവളിപ്പോൾ ലോകം അറിയുന്നൊരു പ്രൊഫഷണൽ കലാകാരിയാ, അമ്മയോട് പറയാണ് കിരൺ. ഇനിയിപ്പോൾ ഡൽഹിയിൽ മാത്രമല്ല, ഫോറിൻ കൺട്രീസിലൊക്കെ ചിലപ്പോൾ പോകേണ്ടി വരും. ഞാനും US പഠിച്ചുകൊണ്ടിരുന്നത്. അവരുമായിട്ടൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നടക്കുന്ന കൾച്ചറിങ് പ്രോഗ്രാമിലൊക്കെ ഇവൾക്കിനി പങ്കെടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞേ തിരിച്ചു വരാൻ പറ്റൂ. ഇനി ഞാൻ പോവുകയാണെങ്കിൽ എൻ്റെ കൂടെ കിരണേട്ടനും എൻ്റെ കുഞ്ഞും കാണും. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോവില്ല. കിരണം പറയാണ്, അല്ലെങ്കിൽ തന്നെ നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടുവോ? ഇതിപ്പോൾ ഒഴിവാക്കാനാവാത്ത സാഹചര്യമായിപ്പോയി, അതുകൊണ്ടല്ലേ. കല്ലുമോനെ, അച്ഛൻ്റെ കുട്ടാ വാ എന്ന് പറയാണ് കിരൺ. അപ്പോൾ കല്യാണി പറയാ, അങ്ങനെ ഇപ്പം അങ്ങോട്ട് തരുന്നില്ല. ഇനി അങ്ങോട്ട് ഏത് നേരം മോൻ അച്ഛൻ്റെ കൂടെ തന്നെയല്ലേ, അതുകൊണ്ട് എൻ്റെ കയ്യിലിരിക്കട്ടെ. ടാറ്റാ എന്നൊക്കെ പറയാണ്. കല്യാണി മുകളിലേക്ക് പോയി. അപ്പോൾ കിരൺ പറയാണ് അമ്മയോട്, ഞാനൊന്ന് ഫ്രഷായിട്ട് വരുന്നമ്മേ,
അപ്പോൾ രാഹുൽ ഒളിച്ചു നിന്നിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവരുടെ പരിപാടിയും കളിയും ചിരിയും ഒക്കെ. എന്നിട്ട് പറയാ, ആ കുടുംബത്തിൽ സന്തോഷ സ്വർഗം പോലെ അവർ കഴിയുന്നത്. ഇനി അങ്ങോട്ട് ആ സ്വർഗം എൻ്റെ മോൾക്ക് കിട്ടണം, കിട്ടിയേ തീരൂ. അമ്മൂമ്മ സെൻട്രലിലെ പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക നല്ല സന്തോഷത്തോടെ. അപ്പോഴാണ് നമ്മളെ പ്രകാശൻ നല്ല ജീൻസ് പാൻറ്റും അടിപൊളി ഷർട്ടൊക്കെ ഇട്ട് താഴെ നല്ല രീതിയിൽ വരിക. പ്രകാശൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അമ്മൂമ്മ ഞെട്ടിപ്പോയി. എന്നിട്ട് പറയാണ്, അല്ലേ നീ ഓരോ നിമിഷം കഴിയുമ്പോഴും പ്രായം കുറഞ്ഞു കുറഞ്ഞു വരികയാണല്ലോടാ. സത്യോ, ഇപ്പം നിന്നെ കണ്ടാൽ വിക്രത്തിൻ്റെ അച്ഛനാണെന്നൊന്നും പറയില്ല. എന്തുവാടാ ഇത്? ഇപ്പോൾ പ്രകാശൻ ചിരിച്ചുകൊണ്ട് പറയാണ്, എൻ്റെ അമ്മേ, കോടികൾ ആസ്തിയുള്ള കാർത്തിക ഫുഡ്സിൻ്റെ എം ഡി ആയ കാർത്തിക മോളുടെ ഒരേ ഒരച്ഛനാണ് ഞാൻ. പ്രകാശൻ ചിരിച്ച് ഇതാക്കുക. അപ്പോൾ അമ്മൂമ്മയോട് പറയാം, എന്താ ഇങ്ങനെ നോക്കുന്നേ? ജന്മം കൊണ്ട് അവളെൻ്റെ മകളല്ലെങ്കിൽ പോലും അവളെൻ്റെ മകളാണമ്മേ. അത് ഒക്കെ കേൾക്കുന്നുണ്ട് കാർത്തിക കുറച്ച് അകലം മാറി നിന്നിട്ട്. എനിക്ക് ഇപ്പം 2 കുട്ടികളാണുള്ളത്. മൂത്തത് പെൺകുട്ടി, ഇളയത് ആൺകുട്ടി. അതെ, എനിക്കും 2 കൊച്ചുമക്കളാ. അതുപോട്ടെ, ഇതെങ്ങനെയുണ്ട്? ഗ്ലാമറുണ്ടോ? പിന്നെ നിന്റെ പ്രായം കുറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായില്ലയോ എങ്ങനെയുണ്ടെന്ന്? കൊള്ളാടാ, ബ്യൂട്ടിഫുൾ. എന്തോന്ന് ബ്യൂട്ടിഫുൾ? ഓ, ഇംഗ്ലീഷൊക്കെ പഠിച്ചു തുടങ്ങിയല്ലോ. അല്ലടാ, വിക്രത്തിൻ്റെ ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. നീയോ ഇംഗ്ലീഷ് കാണാതെ പഠിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. കണ്ടുപിടിച്ചു കളഞ്ഞു കൊച്ചു കള്ളി. എൻ്റെ അമ്മേ, ചിലപ്പോൾ ചെന്നൈയിലേക്ക് എനിക്ക് പോകേണ്ടി വരും. കാർത്തിക ഫുഡ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെയാണല്ലോ. ചിലപ്പോൾ വിദേശത്തേക്ക് പോകേണ്ടി വരും, അമേരിക്കയിലോ ലണ്ടനിലോ ഇംഗ്ലണ്ടിലോ. അങ്ങനെയൊക്കെയാണ് കാർത്തിക മോള് പറഞ്ഞത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ വിദേശികളുടെ മുമ്പിൽ ബബ്ബ അടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഓ പിന്നെ, എന്നാലേ നമുക്ക് 2 പേർക്കും കൂടെ ഒരു സെൽഫി പിടിച്ചാലോ എന്ന് പറഞ്ഞ് അമ്മയും മോനും സെൽഫി എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കാർത്തിക കാണുന്നുണ്ട്. പ്രകാശൻ കുറേ ഫോട്ടോ എടുത്ത് കൂട്ടുക അമ്മയുടെയും മോൻ്റെയും. എന്നിട്ട് അവൻ പറയാ, ഇപ്പോൾ അമ്മയുടെ കൂടെയുള്ള ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ പണി പാളും. അമ്മ അത്ര പോരാ. അപ്പോൾ എൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ മാത്രം അയച്ചു കൊടുക്കാം. നീ എന്തോ നടാതെ തന്നെ നോക്കി നിൽക്കുന്നത്? ഫോട്ടോ എടുത്ത് കഴിഞ്ഞില്ലേ? അല്ലമ്മേ, നല്ല ഫോട്ടോ അല്ലേ അല്ലേ? ഞാൻ സുന്ദരിയായിട്ടുണ്ട്. അല്ല, നീയും തിരക്കേടില്ല. എൻ്റെ മോനാന്നൊന്നും പറയത്തില്ല. അപ്പോൾ പ്രകാശൻ പറയാണ്, അമ്മയ്ക്ക് ഫോട്ടോ എടുക്കാൻ അറിയോ? പിന്നെ, ഓ ചുമ്മാ പറയല്ലേ. എടുക്കാൻ അറിയോ? ഫോട്ടോ എടുക്കാൻ അറിയോ? ഇന്നത്തെ കാലത്ത് മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ അറിയാത്തത് ആരാടാ? അപാലവൃദ്ധന്മാർക്ക് സ്വന്തം മക്കളെ പോലെയാ മൊബൈല്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചതാ, ഞാനൊന്ന് വിശ്വസിച്ചോട്ടെ. ആയിട്ടില്ലമ്മേ, എൻ്റെ ഒറ്റക്കുള്ള എടുക്ക്, ഫുൾ സൈസ് തന്നെ. അങ്ങനെ പ്രകാശൻ പലതരത്തിലുള്ള ഫോട്ടോസ് അമ്മയെ കൊണ്ടെടുപ്പിച്ചു. എന്നിട്ട് പറയുന്നത്, ഇതാ 1 മിനിറ്റ്, ഇതാ നമ്മളെ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പോസ്, അതും കൂടി എടുത്തിട്ട് നോക്കാം. ഇങ്ങനെയുണ്ട്. തരക്കേടില്ല. എന്നിട്ട് അമ്മേനെ പറയാം, വിക്രം എടുക്കുന്നതിനേക്കാളും നന്നായിട്ടുണ്ട്. കാഴ്ചയില്ലാത്ത ഒരാളാണെങ്കിലും കാഴ്ച മങ്ങിയ ഒരാളാണെന്ന് ആരും പറയത്തില്ല. നിന്നെ നേരിൽ കാണുന്നതിനേക്കാളും നന്നായിട്ടുണ്ട് ഫോട്ടോയിൽ. എന്താ എന്നെ ഇങ്ങനെ കാണാനൊന്നും കൊള്ളില്ലേ? ഏതാണ്ട് ഇതുപോലൊക്കെ ഇരിക്കും. അപ്പോൾ ഇത്രയ്ക്ക് ഗ്ലാമറൊക്കെ ഉണ്ട് എനിക്ക്. എൻ്റെ അമ്മേ, ഇത് എനിക്കൊരാൾക്ക് അയച്ചു കൊടുക്കാനാണ്. ആർക്കാ മോനെ? ആളിൻ്റെ പേര് പറഞ്ഞാൽ നല്ലതാണോ എന്ന് ഞാൻ പറയാം. അച്ചുച്ചുച്ചുച്ചുച്ചാ, ഇതിപ്പോൾ അങ്ങനെ അറിയണ്ട. എടാ, വിക്രത്തിനൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ നീ തന്നെ നിനക്കൊരു പെണ്ണിനെ കണ്ടുപിടിച്ചോ? സസ്പെൻസ്. ഇപ്പോൾ ഇടവേളയൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ക്ലൈമാക്സിലെത്തുമ്പോഴേക്കും എല്ലാം വെളിപ്പെടും. അമ്മേ, എൻ്റെയും എൻ്റെ മോൻ്റെയും ജീവിതം മാറി മറിയാൻ പോകുന്നു. അപ്പോൾ എൻ്റെ അല്ലമ്മേ, നമ്മൾ രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ അമ്മയും കൂടി ഇല്ലേ അതിൽ? നമ്മളെല്ലാവരും ഒന്നിച്ചല്ലേ താമസിക്കുന്നത്. നമ്മളെല്ലാവരും വെച്ചടി കയറും. ഞാനൊരു കാര്യം പറയാം, ഏത് ഉയർച്ചയിൽ പോയാലും നിൻ്റെയും നിൻ്റെ മോൻ്റെയും ഐശ്വര്യം ഈ അമ്മയാണ്. അതുകൊണ്ടല്ലേ എവിടെ പോയാലും ഈ തമ്പുരാട്ടിയെ ഞാൻ കൂടെ കൊണ്ടുപോകുന്നത്. അവൻ എന്നിട്ട് ഓരോരോ ഫോട്ടോസ് നോക്കിയിട്ട് പറയാണ്, ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാനുള്ള മോഹമൊന്നും അല്ലടി. എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ ആ ദേവിയുടെയും ആ മിണ്ടാത്തവരുടെയും മുന്നിൽ എനിക്ക് ജീവിച്ച് കാണിക്കണം. അവരെ പോലെ ഞാനും ഇനി പച്ചപിടിക്കും. കോടികളുടെ ആസ്തി. എന്തോ നാടാ സ്വപ്നം കാണുന്നത്? നിന്റെ തന്നെ ഫോട്ടോ നോക്കി നീ തന്നെ ആസ്വദിക്കുക. കാർത്തിക കുറച്ച് മാറി നിന്നിട്ടെല്ലാം ശ്രദ്ധിച്ചിട്ട് പറയാണ്, അമ്മയുടെയും മോൻ്റെയും മനസ്സിലിപ്പോൾ ഒരു മൃദംഗത്താളാണ്. അവിടേക്ക് കലാശക്കോട്ട എന്നാണെന്ന്
അമ്മയും മോനും കൊച്ചുമോനും ഒക്കെ കാണാനിരിക്കുന്നതേയുള്ളൂ. എടുത്ത ഫോട്ടോസ് എല്ലാം കാർത്തികയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ ഫോട്ടോസ് എല്ലാം നോക്കുക. കാർത്തിക അമ്മയെ വിളിക്കുകയാണ്. ആ മോളെ, മുൻ ഭർത്താവിൻ്റെ പല വിധത്തിലുള്ള ഫോട്ടോസ് കണ്ടായിരുന്നോ? ആള് സുന്ദരനായിട്ടുണ്ടോ? അവൻ എത്ര സുന്ദരനായാലും എൻ്റെ മനസ്സിൽ അവന് കുരങ്ങൻ്റെ മുഖ. ഞാൻ അയാളുടെ മനസ്സ് പരമാവധി ഇളക്കിക്കൊണ്ടിരിക്കുക. അമ്മയോട് ഇപ്പം അയാൾക്ക് ഭയങ്കര പ്രേമ. അവൻ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രേതായി കഴിഞ്ഞു. ജഡത്തെ പോലെ തന്നെയാണ് ഞാൻ അവനെ കാണുന്നത്. അപ്പോൾ കാർത്തികൻ പറയാണ്, ഞാനും അങ്ങനെ തന്നെ. ഇവിടെ 2-3 ജഡങ്ങളുണ്ട്. അവർക്കൊപ്പം എനിക്ക് കുറച്ച് നാൾ ജീവിക്കണം. അവരൊക്കെ മോഹിക്കട്ടെ, ഒരുപാട് മോഹിക്കട്ടെ. അമ്മ ഉള്ളിൽ വെറുപ്പ് 1% പോലും കാണിക്കാതെ വേണം അയാളെ സ്വാധീനിക്കാൻ. ഇതുവരെ പല പെൺകുട്ടികളെയും വേദനിപ്പിച്ചത് അയാളുടെ മോനാ. ഇനി അച്ഛനെയും മോനെയും ഒരുപോലെ നരകത്തിൽ കൂടി നടത്തിക്കണം എനിക്ക്. അവിടെ മോളെന്താ മറ്റൊരാളുടെ പേരങ്ങ് വിട്ടുപോയത്? ഇതിനൊക്കെ കാരണക്കാരിയായ ഒരുത്തിയുണ്ട് അവിടെ, ഒരു കിളവി. ആ കിളവിയുടെ കാര്യം മറന്നു പോകരുത്. പിശാചിൻ്റെ ജന്മമാണ് അവർ. മോനെയും കൊച്ചുമോനെയും ഒക്കെ ഒരു പരിധിവരെ ഈ പരുവത്തിലാക്കിയത് അവരാ. അതൊരിക്കലും മറക്കാൻ പാടില്ല. ശരിയമ്മേ, ഞാനിവിടെയുള്ള ജഡങ്ങളുടെ സന്തോഷം ഒന്ന് ആസ്വദിക്കട്ടെ. കല്യാണി പോകുന്നതിനിടയിൽ കല്ലുമോനെ കളിപ്പിക്കുന്ന തിരക്കിലാണ്, പല രീതിയിലും കളിപ്പിക്കുകയാണ്. അവിടെ കിരണം എത്തി, 2 പേരും കൂടി കളിപ്പിക്കുകയാണ് കല്ലുവിനെ. അവൾ കെട്ടിപ്പിടിച്ച് മുത്തൊക്കെ കൊടുത്തിട്ട് പറയാണ്, ഇനി എൻ്റെ തങ്കക്കുടത്തെ കുറച്ച് ദിവസത്തേക്ക് കാണാൻ കഴിയില്ലല്ലോ കിരണേട്ടാ. അപ്പം കിരൺ പറയാണ്, നമ്മൾ തമ്മിൽ അകലുന്നത് നമ്മൾ 2 പേർക്കും വിഷമ. ഇനി ഇത്തരം ശീലങ്ങൾ നമ്മുടെ കുഞ്ഞിനെയും കൂടി പഠിപ്പിക്കരുതെന്നാ എനിക്ക് നൽകാനുള്ള ഉപദേശം. എന്നുവെച്ചാൽ കുട്ടികളുമായി ഒരുപാട് അടുപ്പമൊന്നും വേണ്ടാന്ന്. അവർ നാളെ നമ്മളിൽ നിന്നൊക്കെ അകന്നു പോകും. ഇതുപോലെ ആയിരുന്നു ഞാൻ MBA കഴിഞ്ഞ് അമേരിക്കയ്ക്ക് പോയപ്പോൾ. അമ്മയ്ക്കാണെങ്കിൽ എന്നെ വിടാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അന്ന് അയലത്ത് താമസിക്കുന്ന ബഗാസുരനാ അമ്മയെ സമാധാനിപ്പിച്ചത്. സോണിയും അമ്മയും ഒരേ കരച്ചിലായിരുന്നു. അന്ന് എന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് സരിയു അതിനേക്കാൾ കരഞ്ഞ. അവളുടെ ഭാഗത്തുനിന്നും കുറച്ച് ആക്ടിങ്ങും ഉണ്ടായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിലൊരു കൂട്ടക്കരച്ചിലായിരുന്നു. അമ്മയ്ക്കും സോണിക്കും എന്നെ വിട്ടുപിരിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു വേർപിരിയൽ അതായിരുന്നു. അതിനുശേഷം ഇപ്പം നീ പോകുന്നതാ എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ആ വേദന ഞാനങ്ങ് സഹിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇനി നീ ഒരു ഇൻ്റർനാഷണൽ ഫിഗറാണെന്ന്. അതുകൊണ്ട് നിനക്ക് പലയിടത്തും യാത്ര ചെയ്യേണ്ടി വരും, പല ആൾക്കാരുമായിട്ടും മിങ്കിൾ ചെയ്യേണ്ടി വരും. ഇപ്പം നിനക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാലോ. കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും പിടിച്ചു നിൽക്കാമെന്നൊന്നുമല്ല, നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മളെ ഈ മലയാളികൾക്കിടയിൽ ഡോക്ടറേറ്റ് എടുത്തവർ പോലും വെട്ടത്ത് കിടന്ന് കറങ്ങിയാലും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് നമ്മൾ പുറത്തോട്ടൊക്കെ പോകണം. അത് ശരി, അപ്പം എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണോ അങ്ങോട്ട് വിടുന്നത്? നിന്നെ അങ്ങോട്ട് വിടുന്നത് വീടിനോടും കുഞ്ഞിനോടുള്ള ഈ ഒരു അടുപ്പമുണ്ടല്ലോ അതൊന്ന് കുറക്കാനാ. എത്ര കുറക്കാൻ ശ്രമിച്ചാലും എനിക്ക് ഈ വീടും നാടും വിട്ട് എങ്ങോട്ട് പോകുന്നത് ഇഷ്ടമല്ല. നമ്മൾ ഇൻ്റർനാഷണൽ ഫിഗറാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് എന്താ കിരണേട്ടാ കാര്യം? ഞാൻ ഈ വലിയ നടന്മാരെയൊക്കെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവർക്ക് ഈ തട്ടുകടയിൽ കയറി ഒരു ചായ കുടിക്കാൻ പറ്റുമോ? അത് ശരിയാ. 4 ആളുടെ ഇടയിൽ മറ്റുള്ളവരെ പോലെ ഇറങ്ങി നിൽക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ ആൾക്കാരൊന്നും തിരിച്ചറിയാത്തതാ നല്ലത്. സത്യത്തിൽ അമിതമായിട്ടുള്ള പണമൊക്കെ ഒരു ഭാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കല്യാണി പറയാ, പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടായി ഈ നാട് നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ശകല നേരം കൊണ്ട് ഇതൊക്കെ ഇല്ലാതാവും. അപ്പോൾ കിട്ടുന്ന സമയത്ത് നല്ല നിലയിൽ തന്നെ സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക. കല്യാണിവിനെ ബാക്കിയുള്ള കുറച്ച് സമയം കല്ലുവിനെ കളിപ്പിക്കാമെന്ന് വിചാരിച്ച് അവനെ കളിപ്പിക്കുകയാണ്. അപ്പോൾ അവിടത്തേക്ക് തന്നെ കിരണം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാഹുലാണെങ്കിൽ മാറി നിന്ന് ഇവരെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്. എങ്ങനെയാണ് ഇവരെ 2 പേരെയും തമ്മിൽ ഒഴിവാക്കിപ്പിക്കുക എന്നുള്ളൊരു കാൽക്കുലേറ്റ് ചെയ്യുകയാണ് മനസ്സിൽ. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.